അപ്പൊ നമുക്ക് വില്ലൻ എങ്ങനെയുണ്ട് എന്താ ക്യാരക്ടറിനെ പറ്റി പറയാമോ? ലൈക്ക് പോസ്റ്ററൊക്കെ ഭയങ്കര ഒരു ഭീകര രൂപം. ജന്മൻ എങ്ങനെ ആയിപ്പോയി, ഭീകരനായിപ്പോയി. അപ്പൊ അല്ലേ ഇപ്പൊ റിയൽ ലൈഫിൽ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കണേ, പക്ഷെ എങ്ങനെയാണ് ക്യാരക്ടർ ചിരിച്ച് കളിപ്പാണോ അതോ ചിരിച്ച് കളിക്കുന്ന ടൈപ്പാണോ? കളിപ്പോയി എന്റെ സിനിമയാണ്, ഞാൻ ഡയറക്ടറാണ്. ഞാൻ 2019 ചെയ്ത കലിപ്പ് മൂവിയില് നായകനാണ് അനസ്. അതിൽ മ്യൂസിക് ഡയറക്ടർ 3 ഫിലിം ചെയ്തിട്ടുണ്ട്. അപ്പോ അല്ല ഞങ്ങളുടെ അടുത്തുള്ള ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ പച്ചക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു ക്യാരക്ടറും ബാക്കി എക്സ്പീരിയൻസ്. അപ്പോ അതിനുശേഷം അനസ് തിരക്കഥ എഴുതി, ആള് നന്നായിട്ട് എഴുതും, നന്നായിട്ട് പാട്ട് എഴുതും. ശരിക്കും മ്യൂസിക് ഡയറക്ടറാണ് അദ്ദേഹം. കരക്കുരുവൊക്കെ ചെയ്തിരിക്കുന്ന നല്ല സംഗീതമാണ്. അപ്പോ അത് ആ ഒരു എഴുതാനുള്ള ഒരു ടാലന്റ് എനിക്ക് അന്ന് അറിയാം. തിരക്കഥ എഴുതുന്ന പറയുമ്പോൾ പിന്നെ ഒരു എഴുത്ത് ഒരു നോർമൽ എഴുത്തല്ല, ഒരു വട്ട എഴുത്താണ്. അപ്പൊ ഈ സബ്ജക്റ്റ് ഒരു വട്ടാണ് ശരിക്കും. അതായത് ശരിയായ രീതിയിൽ നമ്മൾ എന്താണ് പറഞ്ഞ ഒരു സാധാരണ നമ്മൾ ഫാമിലി പിക്ചറൊക്കെ കാണത്തില്ലയോ പഴയ കാലഘട്ടത്തിലൊക്കെ ഉള്ള ആ ഒരു മെത്തഡ് അല്ല എഴുത്തിന്. അപ്പൊ സിനിമയുടെ അപ്പൊ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു സിനിമ പ്ലാൻ ഉണ്ട്, അപ്പൊ അതിലിങ്ങനെ ഒരു കഥാപാത്രമുണ്ട്, അപ്പൊ അതിന്റെ സ്വഭാവവും കാര്യങ്ങളെല്ലാം പറഞ്ഞു. അത് ഇവിടെ ഇപ്പം പറയണ്ട, ക്യാരക്ടർ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, അത് ഇന്ന രീതിയിലാണ്. ശരി എന്നാക്കി അപ്പം ഡയറക്ടർ അതേ കുറിച്ചിട്ട് പറഞ്ഞു തന്നു. അപ്പൊ കുറച്ചുകൂടെ അല്ലേ ആ കഥാപാത്രത്തിന്റെ ആ ഒരു ഡെപ്ത് നമ്മ വിചാരിക്കുന്ന പോലെ അല്ല. ഇപ്പൊ ഞാൻ ലാസ്റ്റ് ഇറങ്ങിയ റാസ ഞാൻ ഡയറക്ട് ചെയ്ത റാസയല്ല ഹീറോ ഞാനാണ്, നായകൻ ഞാൻ തന്നെയാണ്. ഞാനും കൈലാഷ് നെഗറ്റീവ് വേഷം. അപ്പൊ ഞാൻ അവസാനം അഭിനയിച്ച ആ പടത്തിലെ കഥാപാത്രത്തിന്റെ നേരെ വിപരീതം, വളരെ വ്യത്യാസം. ഒരു രീതിയിലും കമ്പാരിസൺ പറ്റത്തില്ല. ആ രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ, വല്ലാത്തൊരു കഥാപാത്രം, സൈക്കിക് പാരനോയിഡ്. അങ്ങനെ ശാന്തതയിലൂടെ പോകുന്ന ഒരു ക്രൂരൻ, അതാണ് ആ കഥാപാത്രം. അങ്ങനെ എനിക്ക് പറഞ്ഞു തന്നു. അപ്പൊ ആ വേഷത്തിന് ഹ്യൂമർ ഒക്കെ ഉണ്ട്. ആ മീറ്റർ പിടിച്ച് ഇങ്ങനെ പോവാന്ന് പറഞ്ഞാൽ ഒരു സുഖമായി. സാറേ ഈ വില്ലൻ ആറ്റിറ്റ്യൂഡിലോട്ട് വരുമ്പോ സാറേ വില്ലനല്ല, നായകനായിട്ട് തന്നെ സാധാരണക്കാരന്റെ ഉള്ളിലൊരു വില്ലത്തരം ഉണ്ടല്ലോ, ഉള്ളൊരു ചെറിയൊരു വില്ലത്തരം കാണുമല്ലോ, അതിന് ആ ഒരു കാഴ്ചയിൽ സാധാരണ സിമ്പിൾ ആയിട്ടൊരു മനുഷ്യൻ. ചെയ്തികളും കാര്യങ്ങളും വരുമ്പോ ഇപ്പൊ ഈ ഇപ്പൊ ഈ മൂവി കരിമ്പടം എന്ന് പറഞ്ഞ മൂവിക്ക് കൊറേ അവാർഡ്സ് കിട്ടിയായിരുന്നു, ഫിലിം ഫെസ്റ്റിവലിലൊക്കെ സെൻഡ് ചെയ്തത്. അപ്പൊ അവിടുന്ന് ഒരു റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു? സിനോപ്സിസ്, നമ്മുടെ സിനോപ്സിസ് പ്രകാരം ഈ പറഞ്ഞ ഇതൊരു ഡിഫറെന്റ് അല്ലേ. സിനോപ്സിസ് കാണുമ്പോൾ തന്നെ ഒരു എൻട്രി കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ മേക്കിംഗ്, എനിക്ക് ലാസ്റ്റ് ഒരു 1.5 മണിക്കൂർ സെക്കൻഡ് ഹാഫിന് മുന്നേ തൊട്ട് ഫിലിം അങ്ങ് എൻഗേജ് ചെയ്ത് വേറെ ലെവലിൽ പോകുന്നതാണ്. അപ്പം എന്നാൽ ഭീകര ബഡ്ജറ്റ് വലിയ സംഭവം അങ്ങനെയൊന്നുമില്ല, സിംപിളി നമ്മളാ സ്റ്റോറി ബോഡി കണക്ട് ആയിട്ട് ഇങ്ങനെ സ്റ്റോറി ലൈൻ കണക്ട് ആയിട്ട് അങ്ങ് പോകും. ഫിലിം ഫെസ്റ്റിവലിന് നമ്മൾ ആദ്യം അറിയില്ല, കുറച്ച് പുതിയൊരു സംഭവം ചെറിയ ചെറിയ ഫെസ്റ്റിവലിനൊക്കെ കിട്ടുമോ, ഒറ്റയ്ക്ക് ചെറുതിലെല്ലാം കിട്ടുന്നുണ്ട്. അങ്ങനെ ആണ് നമ്മൾ ലാസ്റ്റ് ഈ ഇൻഡി ഹൗസ് അങ്ങനെയൊക്കെ ഉള്ള വലിയത്. ഇൻഡി ഹൗസിൽ നമുക്ക് ഒഫീഷ്യൽ സെലക്ഷൻ കിട്ടി. ഇപ്പം ജാഗ്രൻസ് ഇപ്പം മെനിഞ്ഞാന്ന് 2 ദിവസം മുന്നേ മെയിൽ വന്നതാണ് ജാഗ്രൻസിൽ. അപ്പോൾ അത് ഒരു ഫെസ്റ്റിവൽ ഒഫീഷ്യൽ സെലക്ഷൻ കൂടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഹോണറബിൾ മെൻഷൻ ഏഷ്യൻ ഇൻഡിപെൻഡൻറ്റ് ഫിലിം ഫെസ്റ്റിവൽ ഓണറി മെൻഷൻ, ഡെബ്യൂ ഡയറക്ടറിനുള്ള ഇത് മിത്രൻ, അങ്ങനെ കുക്കായി അതിനകത്ത് ഒഫീഷ്യൽ സെലക്ഷൻ, അങ്ങനെ ഒരുപാടായി. ഇപ്പോൾ ഒരു 6-7 സെലക്ഷനും ഒരു 3-4 അവാർഡ്സ്. പ്രമേയം വ്യത്യസ്തമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വ്യത്യസ്ത പ്രമേയമാണ് ഈ സിനിമ. നമ്മൾ കാണുമ്പോൾ മനസ്സിലാവും. അതായത് ഇന്നത്തെ ട്രെൻഡ് എന്നൊക്കെ നമ്മൾ പറയില്ല, അതാണ് കാലഘട്ടത്തിൽ ഓരോരോ ട്രെൻഡ് അല്ലെ. അപ്പം ഇപ്പൊ നടക്കുന്ന ആ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, പക്കയാണ്. അതാ ഞാൻ ചോദിക്കാൻ വന്നില്ല. ഇപ്പൊ നമ്മള് കേട്ടിട്ടുണ്ട് ലവിന്റെ തന്നെ പല ഫേസ് ഉണ്ട്. ഈ ഹാർട്ടഡ് ലവ് എന്ന് പറയുമ്പോ ഒരു അത് വെറുപ്പും
സ്നേഹവും കൂടെ മിക്സ് ആകുമ്പോൾ അങ്ങനെയാണ്. അത് നമുക്കൊരാളെ കൊല്ലണം, പക്ഷെ നമുക്ക് അയാളെ കൊല്ലാൻ പറ്റും. കൊല്ലാൻ നമ്മൾ പറ്റില്ല. വിചാരിക്കുന്ന ആളാണ്. ഒരു വല്ലാത്തൊരു ഫീലാണ്. ചീറ്റിംഗ് എല്ലാം കേട്ടിട്ടുണ്ടോ? ഓ സോറി, ഇങ്ങോട്ടാണ് ഇന്റർവ്യൂ. ചീറ്റിംഗ് കിട്ടിയിട്ടുള്ളവർക്ക് ഒരു ബിട്രയൽ ലൈഫിൽ കിട്ടിയിട്ടുള്ളവർക്ക് മാത്രം ചില രംഗങ്ങൾ ഒരു ഫേസ് ചെയ്ത ചില അപ്പൊ ഈ മരണത്തെക്കാളും പെയിൻഫുൾ ആണ് ചതി എന്ന് പറയുന്നത്. ആ ഒരു സാധനം. മരിക്കുന്നതിനേക്കാളും പെയിൻഫുൾ ആണ് ചതി ചതി എന്ന് എന്ന് പറയുന്നത്. പറയുന്നത് പിന്നെ ഒരു